വീടൊക്കെ ചെറുതാ, സ്ഥല സൗകര്യവും കുറവാ. നമുക്ക് നല്ലൊരു പുതിയ വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറിയാലോ? വരട്ടെ, സാവകാശം ആലോചിക്കാം. മോളെ വന്ദന, ആ ചായയോടെ. ഇത് എന്റെ മോളാ വന്ദന. നമസ്കാരം. മോളെ, ഇത് സൈമൻ, കടലിൽ നിന്ന് കിട്ടിയ നിത്യ. ഏയ്, അങ്ങനൊന്നുമില്ല. എന്റെ ജീവൻ രക്ഷിച്ചത് വാസുവേട്ടനാണ്. സൈമൻ, ഉള്ള സൗകര്യത്തിൽ തൽക്കാലം ഇവിടെ താമസിക്കാം. സൗകര്യത്തിന്റെ അല്ല പ്രശ്നം. എനിക്കൊന്ന് വീട്ടിൽ പോകണം, സഹോദരി ഒന്ന് കാണണം. ഉടനെ ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്. ഇന്ന് നീ പഴയതുപോലെ ഒന്നുമില്ലാത്തവനല്ല. ഏതായാലും എനിക്കൊന്ന് പോയേ പറ്റും. ഇല്ല, അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം നമുക്ക് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങാം. എനിക്ക് എന്റെ സൂസനെ കാണണം. നീ ഇവിടെ ഇരുന്നാ മതി. എല്ലാം ഞാൻ പോയി അന്വേഷിച്ച് വിശദമായി വന്നു പറയാം. എന്നിട്ട് വേണ്ടേ ചെയ്യാം. ആലോചിക്കാനൊന്നുമില്ല, അത് മതി. ആ, സൈമനെ കൊന്ന് കടൽ തള്ളി എന്നല്ലേ നീയൊക്കെ വീമ്പിളക്കിക്കൊണ്ട് നടന്നത്? ഒരു കൈപ്പിഴ പറ്റിയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനായിരിക്കും. അല്ല, ആദ്യത്തെ സംഘുണ്യ ഈ വേഷത്തിന്? വേഷമെങ്കിലും ഇരിക്കട്ടെ ആശാനെ. കാറോട്ടെ? കാറ് ഷെഡിലുണ്ട്. ഇനി കാൽനടയെ രക്ഷയുള്ളൂ. എന്ത് പറ്റി? മുതലാളി എന്നെ പിരിച്ചുവിട്ട് അയാളുടെ പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവന്ന്. അയാൾ ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് കളഞ്ഞ്. അയാളെ ബുദ്ധിയുള്ളവനാ, നീ വിചാരിച്ചോളൊന്നല്ല. അയാളെ കെട്ടിയോളി നീ തട്ടു. നീ ആരാ മോൻ? കഷ്ടം, അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന്. അയാൾക്കിപ്പോ എല്ലാരെയും സംശയം. നീ ചുളൂല് അവിടെ വല്ല കാര്യം ഇറക്കിയോ? കുഞ്ഞാലിക്ക, സത്യമായിട്ട് ഞാൻ ഇതുവരെ അവരുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല. അവന്റെ മരണം മണിയടിക്കാറായി പോയി. സൈമൻ ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട്. കുഞ്ഞാലിക്ക, നമുക്ക് സൈമൺ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാലെന്താ? അവനെ കൊണ്ടുവന്നാ പിന്നെ ഒരു രസമാ. തങ്കുടി മോനെ, അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടയിൽ വരാതിരിക്കില്ല. ഒരു സേർട്ട് തരണം. ഇല്ല. എന്നാ ഒരു ബീഡി തരണം. പേടിയുണ്ട്, തരൂല. എനിക്ക് പോരാ, കടം വാങ്ങിച്ച് ഇവിടെ എഴുതിയല്ലോ ഒരു അട്ടിയുണ്ട്. ഇനി ബീഡി ബീഡി ബീഡി. എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ സൈമൻ തൽക്കാലം അങ്ങോട്ട് പോണ്ട. ഇവിടെ ഇങ്ങനെ എത്ര കാലം ഒളിവിൽ കഴിയും? നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും. അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്നെനിക്കുണ്ട്. മോനെ, എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടുന്നുണ്ടായെന്ന് ആരെങ്കിലും അന്വേഷിക്കില്ലേ? ഞാൻ എന്ത് വേണമെന്നാ വാസുവേട്ടൻ പറയുന്നത്? നമുക്ക് തൽക്കാലം ഒരാൾമാറാട്ടം നടത്താം. ആളാരാണെന്ന് ആരും അറിയണ്ട. രസകരമായ പലതും കാണാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം. എന്നിട്ട് ഞാൻ പറയും പോലെ അവിടെ കേട്ടാ മതി. ഊണ് റെഡി. ആഹാ, എനിക്കു നമുക്ക് ഉണ്ടിട്ടിറങ്ങാം. എന്തിനാ കുഞ്ഞു കഴിയുന്നത്? അവന് പാല് കൊടുത്തില്ലേ? അതിന് വിശക്കുന്നുണ്ടാവും. മുലപ്പാലല്ല, കുപ്പിപ്പാലാ കൊടുത്തത്. കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കഴിഞ്ഞ മുഖം മേലാൽ ഞാൻ കാണരുത്. ചെല്ല. ചേട്ടൻ പാല് കുടിക്കാൻ മറന്നു. എനിക്ക് പാല് വേണ്ട. ഒന്നരയോടെ ഉറങ്ങിക്കോളൂ.
പോരാഞ്ഞല്ലേ എന്നിട്ട് വന്നത്? അച്ഛൻ എങ്ങാനും വന്ന് കണ്ടാൽ? അച്ഛൻ നല്ല ഉറക്കം. ഇനി രാവിലെ ബെഡ് കോഫി സമയത്ത് നോക്കിയാ മതി. വന്ദന, ഇവിടെ നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയും അത്ര വലിയ നിയന്ത്രണം വേണോ ചേട്ടാ? വേണം. എനിക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ചേട്ടന് എന്നെ കാണുന്നത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പിന്നെ സമയാകാത്തോണ്ട. ഇനി എന്നാ മൂത്ത് നരച്ചിട്ടോ? വന്ദന പോയി കിടക്ക്. ഒരിക്കൽ ബന്ധപ്പെട്ടാൽ ഭാര്യയാകുന്ന ഭയമാണോ? വന്ദന, അതോ സ്വത്തിന് അവകാശം പറയുന്ന ഭയമോ? ദാ, ഈ പാലെങ്കിൽ കൂടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ വന്ദന? വാസുവേട്ടൻ വന്നില്ല വന്നേ? അച്ഛൻ വേറെ വീട് അന്വേഷിച്ചു പോയിരിക്കുക. വേറെ വീടോ? ഇത് നിങ്ങളുടെ വീടല്ലേ? യാതൊരു ബന്ധവുമില്ലാതെ അന്യരായി ഞങ്ങളിവിടെ കഴിഞ്ഞാൽ. നിങ്ങളെ ഇതുവരെ അന്യരായി ഞാൻ കണ്ടിട്ടില്ല. ചേട്ടന് തോന്നിയില്ലെങ്കിലും കാണുന്നവരെന്ത് ധരിക്കും? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാണുന്ന നാട്ടുകാരെന്ത് പറയും? ഞാൻ നടുക്കടലിൽ മുങ്ങിത്താണോണ്ടിരുന്നപ്പോൾ ഈ നാട്ടുകാരാരെയും കണ്ടില്ല. എനിക്കൊരു പുതിയ ജീവിതം തന്നത് വാസുവേട്ടനാണ്. അച്ഛനോടല്ലേ കടപ്പാട്? എനിക്ക് ഇവിടുന്ന് കാര്യം. വന്ദന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ബന്ധവുമില്ലാതെ ഞാനിവിടെ കഴിയുന്നത് ശരിയല്ല. വന്ദനയ്ക്ക് ഏത് ബന്ധത്തിലും ഇവിടെ കഴിയാം. ആളുകള് എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? എന്റെ ഭാര്യയാണെന്ന് പറയും. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ചേട്ടനെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടെന്ന് എനിക്കറിയാം. വന്ദന, എനിക്കിനി ജീവിതത്തിൽ നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ ഉള്ളത്? ഇന്നലെ രാത്രി ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? വാസുവേട്ടനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. ഇതിലെന്ത് വഞ്ചന? നാട്ടിൽ നടക്കാത്ത കാര്യമാ? ഞാൻ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് വേദനിക്കുന്നവരാണ്. എല്ലാ ജീവിത സൗഭാഗ്യങ്ങളുമുള്ള സൈമൻ ചേട്ടന് വേദനയോ? എന്റെ പ്രയാസങ്ങൾ വന്ദനയ്ക്കറിയില്ല. ആ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ ഒരാള് കൂടി ഉള്ളത് നല്ലതല്ലേ? അവസരം വരുമ്പോ ഞാൻ ക്ഷണിക്കും. ഡാഡി, ഒരു പുതിയ ബിസിനസ് അടങ്ങിയിരിക്കുന്നു, നോക്കാമോ? ആ വാസുവേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഒരു ചരക്ക് കപ്പലും ഷിപ്പിംഗ് ഏജൻസിയും ഒക്കെ കൂടി വിൽക്കാൻ വന്നിരിക്കുന്നു. നമുക്കത് വേണോ? വേണം. നമുക്കത് വാങ്ങണം. ലാഭനഷ്ടമല്ല പ്രശ്നം. വാസുവേട്ടൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ നാളെ തന്നെ പോയി നോക്കണം. ഉം.